ഒരു ജിഗൽകോ സെന്റർ ഉള്ളത് ഒരു ജിഗൽകോ സെന്റർ 90 ഡിഗ്രി 1 ജിഗൽകോ സെന്റർ ഉള്ളത് 38.1 mm 38.1 mm B crew എവിടെ എടുക്കണം നമ്മൾ ബഡ് വെൽഡ് B crew 37. There are two types of rolling. One is vertical rolling, another one is horizontal rolling. Horizontal and vertical. Arun. Okay, horizontal and vertical. അപ്പോൾ ഇതില് നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു വര. ഈ ഞാൻ വരച്ചതുപോലെ ഒരു വര കൊടുത്തിരിക്കും. ഇത് വെർട്ടിക്കൽ ആയിട്ട് വരച്ചിരുന്നാൽ നമുക്ക് ഉടനെ എന്ത് ചെയ്യാം? അത് വെർട്ടിക്കൽ റോളിംഗ് ഒരു സാമ്പിളായിട്ട് കണക്ക് നോക്കാം. സപ്പോസ് അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എലിവേഷൻ നമുക്കറിയാമല്ലോ, എലിവേഷൻ പ്ലസ് ഇട്ടിട്ട് ഒരു എലിവേഷൻ ഇടയ്ക്ക് പറഞ്ഞു തന്നായിരുന്നു. നിയറസ്റ്റ് ഏരിയയിൽ ഇരിക്കുന്ന എലിവേഷനിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കണം, ഇതിൽ വേരിയേഷൻ ഉണ്ടോ എന്ന്. ഇപ്പോൾ ഇവിടെ ഒരു 100 ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു 200. ഓക്കെ, ഇവിടെ വരുമ്പോൾ 300 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് വെർട്ടിക്കൽ റോളിംഗ് എന്നർത്ഥം. ഈ ഹൈറ്റ് ഡിഫറൻറ്റ് ആയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് വെർട്ടിക്കൽ റോളിംഗ് ആയിട്ട് ഇത് എല്ലാ ഡ്രോയിങ്ങിലും ഈ വര ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില ഡ്രോയിങ്ങിൽ മാത്രമേ ആ വെർട്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ടും ഹൊറിസോണ്ടലിന് വേണ്ടിയിട്ടും ഇടയ്ക്ക് ഒരു ലൈൻ വരച്ചിരിക്കും. ലൈൻ വരയ്ക്കാത്ത ഡ്രോയിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് എലിവേഷന് ബേസ് ചെയ്താണ് നോക്കണം. എലിവേഷൻ നമുക്ക് അറിയാമല്ലോ, എലിവേഷൻ പറഞ്ഞാൽ എലിവേഷൻ പറഞ്ഞ ഹൈറ്റ് നോക്കിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്ന നിയർ, അതായത് തൊട്ട് ഈ റോഡിന് വരുന്നതിന്റെ അടുത്തൊരു ഡൗൺ എങ്ങനെയെങ്കിലും ഉണ്ടാവും. അതിന്റെ അടുത്ത് വരുന്ന 200 ആണെങ്കിൽ ആ 200ന്റെ അടുത്ത് 300 വരുന്നെങ്കിൽ മൈനസ്. ഇല്ല 200 ആണെങ്കിൽ, സപ്പോസ് 200 ആണെങ്കിൽ ഹൊറിസോണ്ടൽ റോളിംഗ് ഈക്വൽ ആയിട്ട് പോകണമെന്നാണ്. റൈസ് ആവുന്നില്ല, മനസ്സിലാവുന്ന റൈസ് ആവുന്നില്ല, ഈക്വൽ ആയിട്ട് പോകണമെന്നാണ്. അപ്പോൾ അതിന്റെ പേര് ഹൊറിസോണ്ടൽ റോളിംഗ്. ഡൗൺ അപ്പ് ആവുന്നെങ്കിൽ വെർട്ടിക്കൽ റോളിംഗ്. അങ്ങനെ 2 ടൈപ്പ് റോളിംഗ് ഉണ്ട്. പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നത് ഇതിൽ വെർട്ടിക്കൽ എന്ന് കൊടുത്തിരിക്കും. ഇത് നമുക്ക് എലിവേഷൻ ചെക്ക് ചെയ്താലും അറിയാം. ഈ ലൈനിന് ഇതാ കാണുന്ന ലൈൻ ഇരിക്കുന്നില്ലേ, ഇതിൽ കൊടുത്ത് മേലോട്ട് കൊടുക്കും, അല്ലെങ്കിൽ നേരെ ചരിച്ച് വരയ്ക്കും. ചരിച്ച് വരച്ചിരുന്ന അത് ഹൊറിസോണ്ടൽ റോളിംഗ്. ഇത് സിമ്പിൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. പക്ഷേ എല്ലാ ഡ്രോയിങ്ങിലും വരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഹൊറിസോണ്ടൽ അതല്ല, എല്ലാ ഡ്രോയിങ്ങിലും അത് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പിക്ക് ഒന്നും നിർബന്ധമില്ല. ഇല്ലാത്ത ഡ്രോയിങ് വരുമ്പോൾ നമ്മൾ രണ്ടും തമ്മിലുള്ള എലിവേഷൻ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എലിവേഷൻ അടുത്ത് ഇപ്പൊ എവിടെ വന്നാലും എലിവേഷൻ കൊടുക്കാതിരിക്കില്ല. അത് എലിവേഷന്റെ ചെക്ക് ചെയ്തിട്ട് ഇത് തമ്മിലുള്ള വേരിയേഷൻസ് ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ റോളിംഗ്. ഓക്കെ, അത് ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കാം, നോർത്ത് സൗത്ത് ആയിരിക്കാം, അങ്ങനെ മാറി ടേൺ ചെയ്ത് ഓരോ ഇതിനും വരും. ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് ട്രൂ ഡയറക്ഷൻ പോകാതെ, ഒറിജിനൽ ഡയറക്ഷൻ പോകാതെ ഇടയ്ക്ക് കൂടെ പോകുന്നതെല്ലാം റോളിംഗ് ആണ്. അത് ഏത് ഡിഗ്രി ആയാലും റോളിംഗ്. ഒറിജിനൽ ഡയറക്ഷൻ ഏതൊക്കെ ഉണ്ട്? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അപ്രോച്ച് ആണ്. അപ്പൊ ഇതിന് ഡയറക്റ്റ് പോകാതെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഏതെങ്കിലും ഡയറക്ഷനിൽ പോകണമെങ്കിൽ അത് റോളിംഗ് എന്നാണ്. അതാണ് റോളിംഗിന്റെ മീനിങ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടല്ലോ. 90 ഡിഗ്രി അല്ലാതെ മാറി ഏത് ഡിഗ്രിയിൽ പോയാലും അതെല്ലാം റോളിംഗ് ആയിട്ട് കിട്ടും. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വെർട്ടിക്കൽ റോളിംഗ്, സെക്കൻഡ് വന്നിട്ട് ഹൊറിസോണ്ടൽ റോളിംഗ്. അപ്പൊ ഇതിൽ വരയ്ക്കുമ്പോൾ നോക്കാനുള്ളത് ഈ ലൈനിന്റെ കേസത്ത്. പക്ഷെ ഇവിടെ വേറെ ഡ്രോയിങ്ങുകൾ വെച്ചിരിക്കുന്നത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലതിനകത്ത് ആ വര കാണില്ല, ആ ലൈൻ ഉണ്ടാവില്ല. ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എലിവേഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അതാണ് അതിന്റെ ഇത്. അപ്പൊ ഇതിൽ വരച്ച ഒരു ഡ്രോയിങ്ങിന്റെ എലിവേഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും എന്നുള്ളത്. ഈ പിക്ചറെ കാണാതെ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് മാച്ച് ആവുമെന്ന് നോക്കണം. കേട് വരച്ച ഡ്രോയിങ് രാഹുൽ വരച്ചതില്ല. റോഡിംഗ് ഉള്ളത് വരയ്ക്കല്ലോ, റോഡിംഗ് ഉള്ളത് വരയ്ക്കണം. നീ ഓരോ ബുക്കൊക്കെ വണ്ടിയിലെടുത്ത് പഠിച്ചാൽ മതി. ഏത് വണ്ടിയിലെടുത്ത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങ് പോകുന്ന വാരണ്ടി വേണം.